ഇവിടുന്നാണ് ചാടി ഓടിപ്പോയത്. പോലീസ് പിന്നാലെ ലാത്തിയായിട്ട് ഓടിച്ച് കയറി പോയത്. അപ്പൊ ഷിബു പറഞ്ഞതിന്റെ അടുത്ത് എന്നിട്ട് അങ്ങനെ കൊണ്ട് 10 വർഷം കഴിഞ്ഞപ്പോ പാട്ട് പഠിച്ചില്ലേ എന്ന് ഷിബു വളരെ സർക്കാസ്റ്റിക് ആയിട്ട് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് 10 വർഷം കഴിഞ്ഞപ്പോ കറക്റ്റാണ്. എന്റെ വഴികളെല്ലാം ദൈവമായിട്ട് നടത്തുന്നതാണ്. ഞാൻ ഇതിലെ പോണെന്ന് വിചാരിച്ചാൽ ചിലവൻ പറയും അവിടെ ബ്ലോക്ക് ചെയ്ത് ഈ വഴിക്ക് പോടാന്ന് പറയും. ജീവിതത്തില് വളരെ റെയറായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഭാഗ്യമല്ലേ. ഇനി നമുക്ക് ജീവിതത്തിൽ ഇനി ഒന്നും വേണമെന്നില്ല. അതൊക്കെ ചെയ്തത് കൊണ്ട് നമ്മൾ ഒരിക്കലും നശിച്ചു പോകുന്നില്ല. നമ്മളുടെ സമ്പത്തൊന്നും പോകുന്നില്ല. ഇപ്പൊ നിങ്ങൾ വന്നിട്ട് കണ്ടില്ലേ നൗ യു ആർ സീയിങ് മീ. ഞാൻ അത്ര ഭയങ്കരമായിട്ട് പേയ്മെന്റ് വാങ്ങിച്ച് ഇന്നത്തെ പിള്ളേരുടെ പോലെയോ അല്ലെങ്കിൽ അന്നത്തെ തമിഴ് ഇതിൽ വായിക്കുന്ന പോലെ മലയാളത്തിലൊക്കെ പേയ്മെന്റ് വളരെ കുറവാണ്. ബട്ട് ഐ വർക്ക് ഫോർ എസ് എ വയലിനിസ്റ്റ്. എൻ്റെ ലൈഫ് മുഴുവൻ 55 കൊല്ലം ഞാൻ വയലിൻ വായിച്ചുണ്ടാക്കിയ പൈസ ഞാൻ സൂക്ഷിച്ചു വെച്ചു. പ്രതിഫലം വാങ്ങിച്ചിട്ട് പടം വർക്കൗട്ട് ആവാണ്ട് പോകുമ്പോൾ ആ പ്രതിഫലം തിരിച്ചു അങ്ങനെ കൊടുത്തിട്ടുണ്ട് പലപ്പോഴും. ഞാൻ ചെയ്ത ഞാൻ എന്റേതായിട്ടുള്ള എനിക്കൊരു റെമ്യൂണറേഷൻ ഉണ്ട്. അത് അണ പായ് കുത്തിട്ടിട്ടുള്ള ഒരു എമൗണ്ട്, സ്വീകരിച്ച എമൗണ്ട് അങ്ങനെ തന്നെ തിരിച്ച് അതേ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. പെണ്ണുങ്ങളുടെ ബുദ്ധിമുട്ട് ആണുങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയുന്നതാണ്. പക്ഷെ ഇതിലതല്ല, ആണുങ്ങളുടെ ബുദ്ധിമുട്ട് പെണ്ണുങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. സുഷീൻ അത് കേട്ട വഴിക്ക് പാടാൻ ഭയങ്കര താല്പര്യം കാണിച്ചു. സുഷീൻ അത് വളരെ ഗംഭീരമായിട്ട് നല്ല രസമാണ് കേൾക്കാൻ. അതായത് വലിയൊരു ഗായകൻ പാടുന്ന പോലെ സംഗതി ഒന്നുമല്ല, പക്ഷെ ദ ആറ്റിറ്റ്യൂഡ് ആൻഡ് ദ റെൻഡറിങ് സോ ക്യൂട്ട്. എന്തിന്റെ പുറകിൽ ഓരോ സംഭവങ്ങളുണ്ട്. പിന്നെ ഈ വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. രണ്ടുതരം പറയാൻ അല്ലേ. ഞാനും ചിലപ്പോ ചിലതൊക്കെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കൊന്നും കുഴപ്പമില്ല. നിങ്ങൾ മനസ്സിൽ കാണുന്ന ഇവന്റ് അത് ഏതുമായിക്കോട്ടെ, അതിനെ കൂടുതൽ കളർഫുൾ ആക്കാൻ കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി മൈൽസ്റ്റോൺ ഇവന്റ്സ്, ബർത്ത്ഡേ പാർട്ടി, എൻഗേജ്മെന്റ്, കല്യാണം, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഏത് ഇവന്റ്സും കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നമുക്ക് മനോഹരമാക്കാം മൈൽസ്റ്റോൺ ഇവന്റ്സിലൂടെ. മൈൽസ്റ്റോൺ മ്യൂസിക് പ്രസൻസ് സല്ലാപത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം സല്ലാപത്തിലുള്ളത് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന, ഒരുപാട് എന്താ പറയുക, ഇദ്ദേഹത്തിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് എനിക്ക് കുറേ നാൾ ഞങ്ങൾ ഒരുമിച്ച് ഐഡിയ സ്റ്റാർ സിംഗറൊക്കെ ചെയ്ത സമയത്ത് എനിക്ക് ഇദ്ദേഹത്തിൻ്റെ കൂടെ കുറേ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റി. പക്ഷേ എനിക്ക് എപ്പോഴും ഇദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ കേൾക്കാൻ എനിക്ക് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് എത്താൻ പറ്റി, അദ്ദേഹത്തിൻ്റെ കൂടെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ പറ്റി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര അധികം ഒരു എക്സൈറ്റ്മെന്റും എനിക്കുണ്ട്. മറ്റാരുമല്ല, ശ്രീ ഔസേപ്പച്ചൻ. നമസ്കാരം സർ. നമസ്കാരം. സുഖമായിരിക്കുന്നു. കുറെ നാൾക്ക് ശേഷമാണ് നമ്മൾ നേരിട്ട് കാണുന്നത്. 13 കൊല്ലം. അതെ, 13 14 കൊല്ലം 15 കൊല്ലം. 2008 സുഖമായിട്ടിരിക്കുന്നോ? അങ്ങനെ ചെന്നൈയിൽ നിന്നും നിങ്ങൾ കുടുംബസമേതം നമ്മുടെ നാട്ടിൽ തൃശ്ശൂരിലേക്ക് വന്നങ്ങ് സെറ്റിൽ ആയിരിക്കുകയാണ്. നമുക്ക് തുടക്കത്തിൽ നിന്ന് തന്നെ വരാം. തൃശ്ശൂര് ഒല്ലൂര് ജനിച്ച ശ്രീ ഔസേപ്പച്ചൻ എന്ന് പറഞ്ഞ താങ്കൾ ഇവിടെ പഠിച്ചു. കുടുംബത്തിലെ സാർ ഉൾപ്പെടെ 7 പേരെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്, അല്ലേ? 7 പേരാണ്. അപ്പം എങ്ങനെയാണ് ഈ സംഗീതം എന്ന് പറയുന്നത് സാർ എത്തിയത്? അതോ എല്ലാവരും കൂടെയുള്ള സിബ്ലിങ്സിനും ഒക്കെ സംഗീത താല്പര്യമുള്ള പശ്ചാത്തലമുള്ള ഒരു ഫാമിലി നിന്നാണോ സാർ? എന്റെ കുടുംബത്തില് സത്യത്തിൽ ആ ഒരു സ്റ്റാർട്ടിങ് നോക്കി കഴിഞ്ഞാൽ എന്നേക്കാൾ നന്നായിട്ട് പാട്ട് പാടുന്നു. അന്നൊക്കെ പാട്ട് പാടലല്ലേ ഉള്ളൂ സംഗീതം, അല്ലാണ്ട് ഇൻസ്ട്രുമെന്റ് ആയിട്ടില്ലല്ലോ. ഈ പാട്ട് പാടുന്ന കാര്യത്തിൽ എന്നേക്കാൾ മെച്ചപ്പെട്ടതായിരുന്നു എൻ്റെ ഒരു എൽഡർ ബ്രദർ ഉണ്ട്, മരിച്ചുപോയി. അദ്ദേഹം ഒരു 10-30 കൊല്ലമായി മരിച്ചിട്ട്. അദ്ദേഹം ഈ പല പാട്ടുകളും ദാസേട്ടൻ പാടിയത് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇങ്ങനെ പാടുന്നത് കേൾക്കാനാണ്. ഭയങ്കര ഫീലാണ്. പിന്നെ എന്തുകൊണ്ട് അദ്ദേഹം ഇങ്ങനൊരു ഈ ഇൻഡസ്ട്രിയിലേക്ക്? അദ്ദേഹം 47 വയസ്സുള്ളപ്പോൾ അദ്ദേഹം ഒരു ഇലക്ട്രിസിറ്റി ബോർഡിലെ എഞ്ചിനീയർ ആയിരുന്നു. ഇതൊന്നും പ്രൊഫഷൻ ആക്കാൻ ആർക്കും അന്ന് അവിടെ താല്പര്യമില്ലല്ലോ. അങ്ങനെ ഒരു വേദിയെ ഞങ്ങളെ പരിചയപ്പെടുന്നത് പിന്നീടല്ല ഇങ്ങനൊരു സംഭവം. ഞാനായിട്ടാണ് പുകഞ്ഞ കൊള്ളി പുറത്തു പോയത് വീട്ടിൽ നിന്ന്. ഞാൻ മനസ്സിലായ ബാക്കി എല്ലാവരും എൻ്റെ അനിയൻ എന്നെക്കാൾ നന്നായിട്ട് പാടും. എൻ്റെ സിസ്റ്റേഴ്സ് അതിൽ മൂത്ത സിസ്റ്റർ നന്നായിട്ട് പാടുമായിരുന്നു, എനിക്കറിയാം. എൻ്റെ മൂത്ത ബ്രദർ കുറച്ച് വയലിനും വായിക്കുമായിരുന്നു, അവരും നന്നായിട്ട് പാടും. എൻ്റെ ഫാദർ വയലിനും ഫ്ലൂട്ടും പിയാനോ അതൊക്കെ വായിക്കും, അദ്ദേഹം നന്നായിട്ട് പാടും. എല്ലാവരും വേറെ ഗവൺമെന്റ് ജോലിക്കാരാ, ടീച്ചർമാര്, ജോലിക്കാര്, ഗവൺമെന്റ് ജോലിക്കാര്, ബാങ്ക് ജോലിക്കാര്, ഇവരൊക്കെ ഉണ്ട്. എൻ്റെ ഒരു സിസ്റ്റർ ഉണ്ട്, അവർ ക്ലാസിക്കൽ ആയിട്ടുള്ള പാട്ടുകൾ ആസ്വദിക്കുന്നു. എൻ്റെ ജസ്റ്റ് മൂത്ത സിസ്റ്റർ
അപ്പൊ എല്ലാരും ഭയങ്കര ടാലന്റഡ് ആണ് സംഗീതത്തിൽ. എല്ലാവരും ടാലന്റാണ്. പിന്നെ ഈ എന്റെ മൂത്ത സിസ്റ്ററിന്റെ മൂത്ത സിസ്റ്ററിന്റെ ആരീസ് പറയും, അവർ അമേരിക്കയിലാണ് സെറ്റിൽഡ് 30 കൊല്ലമായിട്ട്. അവരുടെ മകനാണ് ഫ്രാങ്കോ സൈമൺ പാട്ട് പാടുന്നത്. ഓ അപ്പൊ അങ്ങനെ മൊത്തം മ്യൂസിക്കലാണ്. പക്ഷെ അവിടെ നിന്നും സാർ എന്നിട്ട് ഓക്കെ, എനിക്ക് ബാക്കി എല്ലാരും വേറെ മേഖലയിലേക്കൊക്കെ പോയി സംഗീതം ഉണ്ടെങ്കിൽ പോലും, പക്ഷെ അവിടെ നിന്ന് സാർ എനിക്ക് വയലിൻ എന്ന് പറഞ്ഞൊരു സാധനം എന്നെ വല്ലാണ്ട് എന്നാ പറയാ, നമ്മള് തമിഴില് പറയില്ല, നമ്മള് ശൂന്യം വെച്ച് കൊടുക്കുന്നു പറയില്ല ചില സാധനങ്ങള്, അല്ലെങ്കിൽ തലയണ മന്ത്രം എന്നൊക്കെ പറയുന്ന പോലെ വയലിനായിരുന്നു എനിക്ക് തലയണ മന്ത്രം തന്നത്. സാറ് തൊട്ട് മുന്നേ പറഞ്ഞല്ലോ അന്നത്തെ കാലത്ത് ഇൻസ്ട്രുമെന്റ്സ് ഒന്നും അധികം അങ്ങനെയൊന്നും ഇല്ലായിരുന്നു എന്ന്. അതെ. എന്നിരുന്നാൽ പോലും സാറിന് അപ്പൊ ഈ വയലിനോടുള്ള ഇങ്ങനത്തെ ഒരു വല്ലാത്തൊരു റേഡിയോയില് ഈ പാട്ടുകൾ കേൾക്കും. അന്ന് ദാസേട്ടൻ പാടിയ പാട്ടുകളും ജയേട്ടൻ പാടിയ പാട്ടുകളും സുശീല, ജാനകി ഇവരൊക്കെ പാടിയ പാട്ടുകളാണെന്ന് നമ്മൾ റേഡിയോയിൽ കേൾക്കുന്നത്. അതിനിടയ്ക്ക് വയലിൻ സോളോ, ഈ വാൻഷിപ്ലേ, പിന്നെ വേറൊരു ഇതുണ്ട് അവരുടെയൊക്കെ, ഇവര് ഈ ഹിന്ദി പാട്ടുകള്, ലതാ മങ്കേഷ്കറൊക്കെ പാടിയ പാട്ടുകള് വയലിനിൽ വായിച്ചിട്ടും, ഈ അത് ഒരു വാദ്യ സംഗീതം എന്ന് പറഞ്ഞിട്ട് അതൊരു പങ്ക്തി ഇതാണ്, ടൈമിംഗ് ആണ് റേഡിയോയില് അത് വരും. ഇത് കേട്ട് കഴിഞ്ഞാൽ എനിക്ക് ബാക്കി പാട്ടുകൾ കേൾക്കുന്നതിനേക്കാൾ എന്നെ അട്രാക്ട് ചെയ്ത വയലിനിൽ അത് വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഫീൽ, അത് എന്നെ വല്ലാണ്ട് അട്രാക്ട് ചെയ്തു. അതായിരുന്നു അതെന്റെ ചെറുപ്പത്തില്, വെൻ ഐ വാസ് വെരി യങ്, എനിക്ക് ഒരു 8-9 വയസ്സുള്ള സമയത്ത്. അതിങ്ങനെ വളർന്ന് 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 ഒരു 15 വയസ്സായപ്പോൾ നമ്മൾ കുറച്ചും കൂടി കാര്യങ്ങളിലേക്ക് ശ്രദ്ധ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ പള്ളികൾ, ഒല്ലൂർ പള്ളിയിൽ അവിടെ എല്ലാ വർഷവും ഓരോ പരിപാടികൾ, ആനുവൽ ഡേ അങ്ങനെയൊക്കെ പല ഫെസ്റ്റിവൽസ് വരും. അപ്പോൾ അന്നൊക്കെ വയലിൻ വായിക്കാനൊക്കെ അയൽപക്കത്തൊക്കെ വരും. പിന്നെ എൻ്റെ മൂത്ത ബ്രദർ കുറച്ച് വയലിൻ വായിച്ചിരുന്നു. അപ്പോൾ ഒരു പഴയ ഒരു വയലിൻ അവിടെ വീട്ടിലൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും നമുക്ക് തൊടാൻ പറ്റൂല. അപ്പൊ അന്നേ വയലിനിൽ കമ്പം കയറി ഞാൻ ആ വയലിൻ വായിക്കാൻ വരുന്നവരുടെ അടുത്ത് അവരറിയാതെ അവരുടെ വയലിനെടുത്ത് തട്ടുകയൊക്കെ ചെയ്തു. എന്നിട്ട് എന്നെ പിടിച്ചിട്ടുണ്ട്. നല്ല കുസൃതിയോ നല്ല ഇഷ്ടത്തോട് കൂടിയിട്ട് എന്നെ ശകാരിക്കുകയല്ല ചെയ്തേ. എൻ്റെ ബ്രദറോട് പറഞ്ഞു, ഇവന് വയലിൻ ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ, ആ ഒരു ടേസ്റ്റ് ഉണ്ട്. അവരൊക്കെ അതൊക്കെ പറയുന്നത് എനിക്കറിയാം. ഞാൻ വെരി യങ്, എനിക്ക് 15 വയസ്സുള്ളൂ. അങ്ങനെ അപ്പോഴൊന്നും ആരും എന്നെ ഇതിലേക്ക് വയലിൻ തന്ന് പഠിപ്പിക്കാനൊന്നും അന്നും അങ്ങനത്തെ ഒരു ചിന്തയില്ല. ഞാനായിട്ട് അങ്ങനെ വയലിൻ ഇങ്ങനെ വയലിനോടുള്ള കമ്പം കാരണം എനിക്ക് ഒരു ഫാദർ എനിക്ക് വയലിൻ സമ്മാനം തന്നു. ഞാൻ അന്ന് അവിടെ സെമിനാരിൽ പഠിക്കുന്ന സമയത്ത് അവിടെ ഒരു വയലിൻ ഉണ്ടായിരുന്നു, അതിൽ വായിക്കുന്നു. പക്ഷെ അതൊരു തല്ലിപ്പൊളി വയലിനാണ്. അപ്പൊ ഇത് കണ്ടപ്പോൾ ഇതിന്റെ ടേസ്റ്റ് കണ്ടിട്ട് ഒരു നല്ല വയലിൻ എനിക്ക് ഇദ്ദേഹം അന്ന് വളരെ വില പിടിച്ച 1500 രൂപ വിലയുണ്ട്. അതായത് 70s. അപ്പോൾ അത് അദ്ദേഹം കൊടുത്തു, എന്നിട്ട് എനിക്ക് തന്നു, എനിക്ക് ഉപയോഗിക്കാനും എനിക്ക് സ്വന്തമായി തന്ന പോലെ. പക്ഷെ പിന്നീട് ഞാൻ കുറച്ച് ഇതിൽ വന്നപ്പോൾ ഞാൻ അതൊക്കെ തിരിച്ചു കൊടുത്തു. അപ്പൊ അങ്ങനെയാണ് വയലിനായിട്ട് വന്നത്. പക്ഷെ അതിലൂടെ ദേവരാജൻ മാഷെ പരിചയപ്പെടുന്നു, ഞങ്ങൾ വോയിസ് ഓഫ് ട്രിച്ചൂരിൽ കയറുന്നു. ഇതൊക്കെ ഞാൻ പറഞ്ഞ കഥകളാണ്. വോയിസ് ഓഫ് ട്രിച്ചൂർ വഴി ദേവരാജൻ മാഷെ പരിചയപ്പെടുന്നു. അങ്ങനെ പറയുമ്പോൾ പറയേണ്ട ഒരു പേരുണ്ട് നമുക്ക് ഇപ്പം. വി ആർ ഓൾ, നമ്മളെ ഒരുപാട് സങ്കടത്തിലാഴ്ത്തിക്കൊണ്ട് കേരളത്തിലെ സംഗീതം ആസ്വദിക്കുന്നവരെ എല്ലാവരെയും സങ്കടത്തിലാഴ്ത്തിക്കൊണ്ട് നമ്മുടെ മലയാള സിനിമയുടെ ഗാനത്തിന്റെ ഭാവമാണ് നമുക്ക് നഷ്ടമായത് ജയചന്ദ്രന്റെ വിയോഗത്തില്. അപ്പോൾ അദ്ദേഹമാണ് ജോൺസനെയും എന്നെയും ദേവരാജൻ മാഷായിട്ടുള്ള ഞങ്ങളുടെ പരിചയത്തിനുള്ള ഒരു നിമിത്തമായി മാറിയത്. ആദ്യത്തെ ഗാനം എന്ന് പറയുന്നത് അതേതായിരുന്നു സാറിന് ഓർമ്മയുണ്ടോ? ആദ്യത്തെ ഗാനം ഏത് ഗാനം? ഇപ്പൊ ജയചന്ദ്രൻ സാർ, ജയേട്ടനും ജോൺസൺ സാറും എല്ലാരും കൂടെ ചെയ്തത്? അല്ല, ഞങ്ങൾ ചെയ്തതല്ല. ഞങ്ങള് ജയേട്ടന്റെ ഗാനമേളകൾക്ക് അന്ന് 17 വയസ്സുള്ള സമയത്ത്, അന്നൊന്നുമില്ല, 17 വയസ്സ്, ജോൺസന് 18 വയസ്സുണ്ടാവും, അല്ലെങ്കിൽ 19 വയസ്സുണ്ടാവും. അന്ന് ജയേട്ടന്റെ പരിപാടിക്ക് ഞങ്ങളുടെ വോയിസ് ഓഫ് ട്രിച്ചൂർ എന്ന് പറഞ്ഞ സംഘടന, ഞാനൊക്കെ അതിലെ മെമ്പർ വയലിനിസ്റ്റ്. അപ്പൊ ഞങ്ങള് ഈ ജയേട്ടനെ ഇങ്ങനെ അകമ്പടി കൊടുക്കാൻ പോകും. പിന്നണി തൃശ്ശൂർക്കാരനാണല്ലോ, തൃശ്ശൂരുള്ള പ്രോഗ്രാംസിനൊക്കെ ഞങ്ങളായിരിക്കും. അപ്പൊ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഞങ്ങളുള്ള പരിചയം, ജയേട്ടൻ ദേവരാജൻ മാഷ്ക്ക് ഇവിടെ ഒരു ഓർക്കസ്ട്ര വേണമെന്ന് പറഞ്ഞപ്പോൾ ജയേട്ടൻ ദേവരാജൻ മാഷിന്റെ അടുത്ത് പറഞ്ഞു, അതെ മാസ്റ്റർക്ക് പറ്റിയ, കാരണം അതിന് കാരണമുണ്ട്. ഞങ്ങളിവിടെ ഈ വോയിസ് ഓഫ് ട്രിച്ചൂരില് ഈ സംഘടന പ്രൊഫഷണലല്ല, ബാക്കി എല്ലാ സംഘടനകളും പ്രൊഫഷണലാണ്. പ്രോഗ്രാം കഴിയുക, കാശ്
മേടിക്കുക, പോക്കറ്റിലിടെ പോവുക, ഉപജീവന മാർഗമാണ്. ഇവിടെ ഞങ്ങൾ ആരും ഇതൊരു ഉപജീവന മാർഗമായിട്ട് ആരും വരുന്നില്ല. കുറേ പേര് ബാങ്കിൽ ജോലിക്കാരുണ്ട്, എല്ലാം സീനിയേഴ്സാണ്, കോളേജ് ലെക്ചറേഴ്സ് ഉണ്ട്, പിന്നെ പഠിക്കുന്നവർ, കോളേജിൽ പഠിക്കുന്നവർ. ഇതാണ്. അപ്പം ഞാൻ കോളേജിൽ പഠിക്കുന്നു, ജോൺസൺ കോളേജിൽ പഠിക്കുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പൈസ നമ്മൾ പഠിക്കാനൊക്കെ വീട്ടിൽ നിന്ന് പൈസ കിട്ടുന്നു, നമ്മൾ അങ്ങനെ പഠിച്ചു പോകുന്നു. ഇത് ഒരു വരുമാനം ഉണ്ടാക്കേണ്ട പ്രായമല്ല. വരുമാനം ഉണ്ടാക്കേണ്ട പ്രായത്തിലുള്ളവർക്കൊക്കെ ജോലിയുണ്ട് വേറെ. അപ്പോൾ വി ആർ നോട്ട് ഡിപ്പെൻഡിങ് അപ്പോൺ ദ പേയ്മെൻറ്റ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആരും പേയ്മെൻറ്റിനല്ല, സംഗീതത്തിനോട്, പാട്ടിനോടുള്ള ആ ഒരു പാഷനാണ് ഈ സംഘടന. ഇത് ഏട്ടനറിയാം. ഞങ്ങൾ പക്ഷേ ഓർക്കസ്ട്ര ട്രൂപ്പ് മാന്യമായിട്ടുള്ളൊരു പൈസ മേടിക്കും. അത് ഓർക്കസ്ട്രയുടെ നടത്തിപ്പിനും അതിൻ്റെ പുരോഗതിക്കും വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ. ഇത് ദേവരാജ മാഷ് അടുത്ത് പറഞ്ഞു. ദേവരാജ മാഷ് ഞെട്ടിപ്പോയി. ദേവരാജ മാഷ് വന്നിരിക്കുന്നത് മറ്റേ നാടക കളരിയിൽ നിന്നാണ്. അവിടേക്ക് എന്നൊക്കെ പറഞ്ഞാൽ പേയ്മെന്റ് ഇല്ലാണ്ട് കളി നടക്കില്ല. അപ്പോൾ ഇതിങ്ങനൊരു ട്രൂപ്പോ? അപ്പം മാസ്റ്റർക്ക് അത് വളരെ, മാസ്റ്റർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കുന്നതാണ്. മാഷ് അന്ന് അവരുടെ ഗാനമേള നോക്കും. ഇവിടെ വന്നപ്പോഴാ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്ട്രിക്റ്റ് പങ്ക്ച്വാലിറ്റി. മാഷ്ക്ക് ഏറ്റവും ആവശ്യം അതാണ്, പങ്ക്ച്വലാണ്. മാസ്റ്ററുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പങ്ക്ച്വാലിറ്റി ഇല്ലെങ്കിൽ പോയി എത്ര വലിയ, എനിക്കറിയില്ല എത്രയോ പ്രാവശ്യം ദാസേട്ടനൊക്കെ ലേറ്റായി വരുമ്പോൾ പേടിച്ച് പിന്നിക്കോടൊക്കെ കയറി വരും റെക്കോർഡിങ് സ്റ്റുഡിയോയിലേക്ക്. പറഞ്ഞ സമയത്ത് മാസ്റ്റർ അവിടെ ഇരിക്കുന്നുണ്ടാവും, റെക്കോർഡിങ്ങിന് റിഹേഴ്സലിന് വരണ്ടേ. ലേറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു സമയം കഴിഞ്ഞ് ദാസേട്ടൻ വലുതായി പിന്നൊന്നും പറയാൻ പറ്റില്ല. യേശുദാസ് എന്ന് പറഞ്ഞ ഒരാളുടെ ഗാനമേള കേൾക്കാനായിട്ട് അന്ന് സാറ് പോയി നിൽക്കുമ്പോ അന്ന് അവിടെ പോലീസിന്റെ ലാത്തിച്ചാർജും ബഹളവും ഒക്കെ ആയിട്ടുള്ള അന്ന് അവിടെ നിന്ന് ഓടിച്ചു വിട്ട ഒരാള് പിന്നീട് 10 വർഷം കഴിയുമ്പോൾ അതേ യേശുദാസ് എന്ന് പറഞ്ഞൊരു ഗായകൻ സാറിന്റെ പാട്ടിന് പാടാനായിട്ട് എത്തുന്നു. സാറിന്റെ പാട്ടുകൾ പിന്നീട് അങ്ങോട്ട് എത്രയോ എണ്ണം പാടിയിരിക്കണു. ഈ ഒരു അനുഭവം അതൊക്കെ ജീവിതത്തില് വളരെ റെയറായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഭാഗ്യമല്ലേ. ഇനി നമുക്ക് ജീവിതത്തിൽ ഇനി ഒന്നും വേണമെന്നില്ല. കാരണം ഈ ദാസേട്ടന്റെ പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഭയങ്കര ക്രേസാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ 4 ദിവസം മുമ്പ്, ഫ്യൂ ഡേയ്സ് ബാക്കാണ് ജയേട്ടന്റെ വിയോഗം ഉണ്ടായത്, നമ്മുടെ ജയചന്ദ്രൻ. ഇതേ റീജിയണൽ തിയേറ്ററിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യദർശനം. എല്ലാവർക്കും ഗവൺമെന്റ് തലത്തിൽ ഏർപ്പാട് ചെയ്ത് ഞങ്ങളൊക്കെ പോയി. എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു, മമ്മൂട്ടി അടക്കം എല്ലാവരും വന്നിട്ടുണ്ട്. ഷിബു ചക്രവർത്തിയും വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും അവിടെ ഒരു മാവിൻ ചുവട്ടിൽ നിന്നിട്ട് എൻ്റെ ഈ പറഞ്ഞ ഇമ്മറ്റി ഡേവിസ് സുഹൃത്ത്, എൻ്റെ ഈ സുഹൃത്ത് ഞാൻ പറഞ്ഞല്ലോ ഇമ്മറ്റി ഡേവിസ് എൻ്റെ സുഹൃത്ത് അവിടെ ഞങ്ങളുടെ കൂടെയുണ്ട്. അതേ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോഴും എൻ്റെ കൂടെയുണ്ട്. ഇത് ഞങ്ങൾ 55 കൊല്ലത്തെ സുഹൃത്തുക്കളാണ്, ഇപ്പോഴും എൻ്റെ കൂടെയുണ്ട്. അപ്പോൾ മാവിൻചോട്ട് ഞാനുണ്ട്, ഇമ്മറ്റി ഡേവിസ് ഉണ്ട്, ഷിബു ചക്രവർത്തി ഉണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ വർത്താനം ജയേട്ടൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ വിഷമിച്ചിരുന്നു. അപ്പോൾ ഡേവിസ് ടാ നിനക്ക് ഓർമ്മയുണ്ട് ഈ മാവ്? അപ്പോഴാണ് ഞാൻ സെയിം അതേ മാവ് ഇങ്ങനെ കൊമ്പ് ഇങ്ങനെ സൈഡിലേക്ക് പറഞ്ഞുള്ള മാവ്, അതിൻ്റെ മുകളിൽ ഇരുന്നിട്ടാണ് ഞങ്ങൾ ഈ ഗാനമേള ദാസേട്ടൻ്റെ കേൾക്കാനായിട്ട് അത്രയും വർഷം മുമ്പ് ഇരുന്നത്. അപ്പൊ ഷിബു ഇങ്ങനെ അപ്പൊ ഷിബുവിനെ അറിയില്ല ആ സംഭവം. ഇവിടുന്നാണ് ചാടി ഓടിപ്പോയത്, പോലീസ് പിന്നാലെ ലാത്തിയായിട്ട് ഓടിച്ച് കയറി പോയത്. അപ്പൊ ഷിബു പറഞ്ഞതിൻ്റെ അടുത്ത് എന്നിട്ട് അങ്ങനെ കൊണ്ട് 10 വർഷം കഴിഞ്ഞപ്പോ പാട്ടും പഠിച്ചു എന്ന് ഷിബു വളരെ സർക്കാസ്റ്റിക് ആയിട്ട് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് 10 വർഷം കഴിഞ്ഞപ്പോ കറക്റ്റാണ്. 75 ഇത് സംഭവിച്ചു, 85 10 വർഷമല്ല ശരിക്കും. ഞാനിത് 73 ഇത് നടന്നിട്ടാവുക. അപ്പൊ 10-12 വർഷം എന്ന് വെച്ചോ, അധികം സമയമൊന്നുമില്ല, കാലയളവൊന്നുമില്ല. പെട്ടെന്ന് എല്ലാം പെട്ടെന്നായി. ഓരോരുത്തരുടെയും തലയിൽ വരച്ചിരിക്കുന്നത് അതൊക്കെ ഇങ്ങനത്തെ വേറിട്ട അനുഭവങ്ങൾ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ, ശരിക്കും ഭാഗ്യം ചെയ്തൊരു ജന്മം. എല്ലാവരുടെ ലൈഫിലും ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷെ നമ്മളുടെ അനുഭവങ്ങൾ നമുക്ക് മാത്രം ഉണ്ടായിട്ടുള്ളതാണ്. എൻ്റെ വഴികളെല്ലാം ദൈവമായിട്ട് നടത്തുന്നതാണ്. ഞാൻ ഇതിലെ പോണെന്ന് വിചാരിച്ചാൽ ചിലവൻ പറയും അവിടെ ബ്ലോക്ക് ചെയ്ത് ഈ വഴിക്ക് പോടാന്ന് പറയും. അപ്പം ഞാൻ അതിൽ പോകുന്നു. ഞാൻ കാഷ്വലായിട്ട് ഭരതേട്ടൻ, ഞാൻ പറഞ്ഞില്ലേ ആരവത്തിൽ കാഷ്വലായിട്ട് അന്ന് വയലിൻ വായിച്ച ബിറ്റുകൾ ഈ നാഗരയിൽ ടേപ്പ് ചെയ്ത് അത് ഭരതേട്ടൻ കേട്ടിട്ട് അത് ഇഷ്ടപ്പെട്ടിട്ടാണ് എന്നോട് റീ റെക്കോർഡിങ് ചെയ്യാൻ പറഞ്ഞത്. അതേപോലെ ഈണം എന്ന് പറഞ്ഞു വന്നപ്പോൾ അതിൽ
2 പാട്ടുകൾ ഭരതേട്ടൻ തട്ടിക്കൂട്ടി ഉണ്ടാക്കി. അപ്പം അത് ഒന്നും ഓർക്കസ്ട്ര വെറുതെ ആരും വിളിക്കാൻ പറ്റില്ല. അപ്പം ഭരതേട്ടൻ എന്നെ ഓർമ്മ വന്നു, എന്നെ വിളിച്ചു. അപ്പം ഞാനത് ഭംഗിയായിട്ട് റെക്കോർഡ് ചെയ്ത് കൊടുത്തു. അതിനെ കറക്റ്റായിട്ട് പ്രോപ്പറാക്കി പാട്ടിൻ്റെ രൂപമൊക്കെ ഷേപ്പൊക്കെ മുക്കും ഇതൊക്കെ ചെത്തി ഉണ്ടാക്കി. കാരണം ഞാൻ ഡെയിലി വായിച്ചുകൊണ്ടിരിക്കുകയാണ്, റെക്കോർഡിങ്ങിന് ഡെയിലി പാട്ടുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇളയരാജയുടെ എവിടെയൊക്കെ വായിക്കുന്നു. അപ്പം അത് ഭരതേട്ടൻ അറിയാം. അങ്ങനെ വിളിച്ച് ഞാൻ ചെയ്തു കൊടുത്തു. അപ്പം അതിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കി ഇവനിൽ എന്തോ ഉണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാൻ നേരത്ത് എന്നെ അതിന് വിളിക്കുന്നു. അപ്പോൾ അത് വിളിച്ചപ്പോൾ ഞാൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തപ്പോൾ ഭരതേട്ടൻ ഈവനിങ്ങിൽ ഞാനിവിടെ റെക്കോർഡിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പുറത്ത് നടക്കുമ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു, ഭരതേട്ടൻ ഇതിലത്തെ ഞാൻ ഓരോ ട്യൂണുകളും മൂളുന്നതും പുള്ളി ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുക, റിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുള്ളിക്ക്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ വരികൾ വന്നുകൊണ്ടിരിക്കുകയാണ് പുള്ളിക്ക്. അപ്പം അത് പിന്നെ കണ്ടിന്യൂ ചെയ്യുന്നില്ല, അത് അവിടെ നിർത്തി. പുള്ളിക്ക് അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഇതിൽ ചെയ്ത പല ട്യൂണുകളും പിന്നീട് പാട്ടാക്കാൻ പറ്റിയതാട്ടോ എന്നൊക്കെ പറഞ്ഞു. അത്രേ ഉള്ളൂ. ഇത് 83-ലാ. അത് കഴിഞ്ഞു 84 ആയി. 85-ലായപ്പോൾ എൻ്റെ അടുത്തേക്ക് വിളി വന്നു. ഇങ്ങനെ ഭരതൻ സാറിന്റെ മനസ്സിൽ വേറെ ആരും പോയിട്ടില്ല. പുള്ളി അതിനുള്ളിൽ ഞങ്ങൾ നമ്മളെ ഫ്രണ്ട്ഷിപ്പ് ഒരുപാടായിട്ടുണ്ട്. ഇടയ്ക്ക് റെക്കോർഡിങ്ങിലാണ്ടും എവിടെ വെച്ചൊക്കെ കാണുമ്പോഴൊക്കെ വളരെ സുഹൃത്ത് ബന്ധം. പിന്നെ പുള്ളി തൃശ്ശൂർക്കാരനാണല്ലോ, ആ ഒരു പ്രത്യേക സ്നേഹമുണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ വിളിക്കുന്നു, ഭരതേട്ടൻ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തേ, അല്ല ഭരതേട്ടൻ ഒരു പടം ചെയ്യുന്നുണ്ട്, അതിൽ മ്യൂസിക് ചെയ്യാനാണ്. അതെയോ? എൻ്റെ റിയാക്ഷൻ അങ്ങനെയല്ല. അതെയോ? എന്നാ വരണ്ടേ? പറഞ്ഞു, അല്ല ഇന്ന് വരാൻ പറ്റുമോ? ഇന്ന് ഉച്ചയ്ക്ക് വരാൻ പറ്റില്ല, ഉച്ചരിഞ്ഞ് വരാം, റെക്കോർഡിംഗ് ഉണ്ട്, കഴിഞ്ഞിട്ട് വരാം. അത് മതി, ഞാൻ പറഞ്ഞു. അങ്ങനെ പോയി കണ്ടു. അപ്പോൾ ഭരതേട്ടൻ പറഞ്ഞു, ഇങ്ങനെ ഒരു പടം കാതോട് കാതോർ എന്നുള്ള പേരും പറഞ്ഞു. അങ്ങനെ ഒരു പടമാണ്, ഇതിന് 2-3 പാട്ടുണ്ട്, ചെയ്യാം ഭരതേട്ടാ എന്ന് പറഞ്ഞു. ഞാനൊന്നിനും നോ പറയില്ലല്ലോ, എന്താവശ്യപ്പെട്ടാലും സംഗീതമല്ലേ, ചെയ്യാന്ന് പറഞ്ഞു. ഇതെങ്ങനെ ചെയ്യുന്നു എനിക്കറിഞ്ഞു. അപ്പം ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴും എൻ്റെ മനസ്സിൽ പിറ്റേ ദിവസം റെക്കോർഡിങ്ങുകൾ ഉണ്ട്. എനിക്ക് നിറച്ച റെക്കോർഡിങ്ങാണ്, നിറയെ റെക്കോർഡിങ്, ഒരുപാട് വയലിൻ വായിച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത് കണ്ടുപിടിക്കണം. അങ്ങനെ ജോൺ ആൻ്റണി എന്ന് പറഞ്ഞിട്ടുള്ള ഗിറ്റാറിസ്റ്റ്, അദ്ദേഹം നമ്മളോട് കൂടെ ഇല്ലേ? അപ്പോൾ ജോൺ ആൻ്റണി കേട്ടിട്ടുണ്ടാവും, വൺ ഓഫ് ദ ബെസ്റ്റ് ഗിറ്റാറിസ്റ്റ് ഇൻ ഇന്ത്യ. സംഗീതത്തിന് വേണ്ടി മാത്രം ജനിച്ച ഒരാളാണ്. ബാക്കിൻ്റെ പീസുകളൊക്കെ ഗിറ്റാറിൽ വായിക്കും അദ്ദേഹം, ഭയങ്കര രസമാണ്. ബാക്ക് ബിത്തോനൊക്കെ സുന്ദരമായിട്ട് വായിക്കും, നല്ല ഗിറ്റാറിസ്റ്റ്. അപ്പോൾ അദ്ദേഹം എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ എൻ്റെ അടുത്താണ് താമസിക്കുന്നത്. ഞാൻ പറഞ്ഞു, അല്ല ജോണി, ഞാൻ ഗിറ്റാറൊന്നും എടുത്ത് വന്നേ, നമുക്കൊരു ട്യൂൺ ഉണ്ടാക്കണം. അപ്പം ഈ പാട്ട് ഞാൻ വയലിനിൽ ആണ്, അതിലത്തെ ആദ്യത്തെ പാട്ടെന്ന് പറയുന്നത് ഇതാണ് വായിക്കുന്നത്. അപ്പം എൻ്റെ വയലിനിൽ എനിക്ക് വായിക്കാൻ പറ്റിയൊരു സാധനമാണത്. അപ്പോൾ അതിന് വേറെ ഡമ്മി ലിറിക്സ് പാടാനൊന്നും നമുക്കറിയില്ല അന്ന്. ഇപ്പൊക്കെ അത്യാവശ്യം അറിയാം, അന്നറിയില്ല. വയലിനിൽ അങ്ങോട്ട് വായിച്ചു, ജോണി ഗിറ്റാറും വായിച്ചു, ഒരു ഗിറ്റാറും വയലിനും. ഈ സാധനം ഒരു ചെറിയ മൈക്രോ ടൈപ്പിൽ കൊടുത്ത് ഭരതേട്ടൻ കൊണ്ട് കൊടുക്കുന്നു. ഓക്കെ, ഇപ്പൊ സാറ് തൊട്ട് മുന്നേ പറഞ്ഞില്ലേ മാലാഖ അടുത്ത് വരാൻ പോണ റിലീസ്, അതിലാണ് സാറിന്റെ ഒരു പാട്ട് സുഷിൻ ശ്യാമിനെ കൊണ്ട് സാറ് പാടിപ്പിച്ചു. ഇന്നത്തെ ജനറേഷൻ, ഇന്നിപ്പോ സുഷിന്റെ സമയം എന്ന് എല്ലാരും പറയുന്നത്. സാറിന് എങ്ങനെയായിരുന്നു ആ ഒരു അനുഭവം? അല്ലെങ്കിൽ അതായത് ഇത് ഭയങ്കര കോമഡി ആയിരുന്നു. അതായത് അതില് സിറ്റുവേഷനില് ടുവേർഡ്സ് എൻഡ് വന്നപ്പോ ഇത് നമുക്ക് പറയാൻ പറ്റില്ല, ഡയലോഗിലും പറയാൻ പറ്റില്ല. അപ്പം അതൊരു പാട്ടിലൂടെ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പം അതിൽ 2 ഇതേപോലെ പാട്ടുണ്ട്. ഇനിയൊരു പാട്ടുണ്ട്, അതും റീ റെക്കോർഡിങ് സമയത്തുണ്ടായ പാട്ടാണ്. അത് പാടിയിരിക്കുന്നത് രമ്യ നമ്പീഷനാണ്. നന്നായിട്ട് പാടിയാണ്, ഭയങ്കര രസമാണ് അതിൻ്റെ സിറ്റുവേഷൻ. ഒരു കഥ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. ഇതിൻ്റെ ഒരു തീം ആയിട്ട്, തീമല്ല, പടത്തിൻ്റെ തീമാണത്. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം പടത്തിൻ്റെ തീമാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കോമഡിയാണ്. അത് നമ്മൾ തമ്മിൽ ചിലപ്പോൾ വഴക്കാവും. എന്താണെന്നറിയോ? അതായത് ഇന്ന് പെണ്ണുങ്ങൾക്ക്
ആണുങ്ങൾ അല്ല പെണ്ണുങ്ങളുടെ ബുദ്ധിമുട്ട് ആണുങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയുന്നതാണ്. പക്ഷെ ഇതിലതല്ല, ആണുങ്ങളുടെ ബുദ്ധിമുട്ട് പെണ്ണുങ്ങൾ ശ്രദ്ധിക്കുന്നില്ല ശ്രദ്ധിക്കുന്നില്ല. എന്ന് പറയുന്ന ഒരു ഓപ്പോസിറ്റ് സാധനമാണ്. ഒരു ആണുങ്ങളെ പെണ്ണുങ്ങളെ എതിർക്കുന്നതല്ല, പക്ഷെ ആണുങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാട്ടാണിത്. അങ്ങനത്തെ പാട്ടില്ല. നമുക്കൊക്കെ പെണ്ണുങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പാട്ടുകളുണ്ട്. അതാണല്ലോ നമ്മൾ ജനറൽ ആയിട്ട് അങ്ങനെയാണല്ലോ, വീക്ക് പോയിന്റ് നോക്കിയിട്ട് അങ്ങനെയാണല്ലോ പാട്ടുകൾ ഉണ്ടാക്കുന്നത്. പക്ഷെ ഇത് ആദ്യമായിട്ട് ഒരു പടത്തില്, കാരണം ഈ പടത്തിലെ ക്യാരക്ടർ അങ്ങനെയാണ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അവരുടെ കഥാപാത്രം അതാണ്. അപ്പൊ അതിനു വേണ്ടി ഉണ്ടാക്കുമ്പോൾ അത് എങ്ങനെയായി ഭവിച്ചു. പക്ഷെ അതൊരു ജനറൽ സോങ് ആണ്. അപ്പൊ അത് പാടുന്നത് എങ്ങനെയായിരിക്കണം, ആരായിരിക്കണം നോക്കി വന്നപ്പോ എനിക്ക് സുഷീന്റെ ഒരു പ്രത്യേക ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും, പിന്നെ സുഷീന് പാടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പാട്ട് തന്നെയാണ്. സുഷീൻ അത് കേട്ട വഴിക്ക് പാടാൻ ഭയങ്കര താല്പര്യം കാണിച്ചു. സുഷീൻ അത് വളരെ ഗംഭീരമായിട്ട് നല്ല രസമാണ് കേൾക്കാൻ. അതായത് വലിയൊരു ഗായകൻ പാടുന്ന പോലെ സംഗതി ഇതൊന്നുമല്ല, പക്ഷെ ദ ആറ്റിറ്റ്യൂഡ് ആൻഡ് ദ റെൻഡറിങ് സോ ക്യൂട്ട്, സോ സിമ്പിൾ ആയിട്ട് രസമായിട്ട് പാടി ചെയ്തിട്ടുണ്ട്. ഈ സുഷിൻ തന്നെ മ്യൂസിക് ചെയ്തതാണല്ലോ ബൊഗേൻ വില്ലയിലെ ഒരു പാട്ട്. അതെ അതെ. അന്ന് അതിന് എന്തൊക്കെയോ കുറെ വിവാദങ്ങളൊക്കെ വന്നു. അതെന്തോ അത് ശരിയായില്ല, ശരിയായില്ല എന്നല്ല, അതിന്റെ വിവാദമല്ലേ. അതിലെന്താണ് കർത്താവിന് സ്തുതി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം അല്ലേ. അതൊന്നൊരു അതൊരു ഇഷ്യൂടെ കാര്യമൊന്നുമില്ല. കർത്താവിന് സ്തുതി എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? അത് വേണമെങ്കിൽ ആർക്കും എന്തിനെ കുറിച്ചും വളച്ചൊടിച്ചിട്ട് അതിന്റെ നല്ലതും ചീത്തയൊക്കെ പറയാൻ പറ്റില്ല. വളരെ ഇറ്റ്സ് വെരി ഈസി. അത് അത്രേ ഉള്ളൂ. അതിപ്പോ ഒരു വേണമെന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ പറയാം, അത് നല്ലതാക്കി പറയണമെങ്കിൽ നല്ലതാക്കിയും പറയാം. നമ്മളെപ്പോഴും ഒരു കാര്യത്തിന്റെ നല്ലത് മാത്രം കാണാൻ നോക്കുക. നമ്മള് ഇനി എൻ്റെ ഒരു പോളിസി എന്താണെന്നറിയോ? അത് ഞാൻ പറയാം. നമ്മൾ ഒരു വ്യക്തിനെ നമ്മൾ കാണുന്നു, ആ വ്യക്തി കുറെ കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ എല്ലാവരും കൂടി, നാട്ടുകാരെല്ലാവരും കൂടിയിട്ട്, ഗവൺമെന്റ് എല്ലാവരും കൂടിയിട്ട് അവരെ അങ്ങോട്ട് മുദ്ര കുത്തി, ഇവൻ വൃത്തികെട്ടവനാണ്, ഇവൻ ഒരിക്കലും ശരിയാവില്ല എന്നല്ല പറയേണ്ടത്. ഇവനൊക്കെ ശരിയാവും, ഇവനെന്ത് അതറിയാണ്ട് പറ്റിയതല്ലേ, കുഴപ്പമില്ല, ഹീസ് എ വെരി നൈസ് പേഴ്സൺ, ഹിൽ ബിക്കം ഓൾ റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തി ഇത് കേട്ട് കഴിഞ്ഞാൽ വിങ്ങിപ്പൊട്ടും. അല്ലെങ്കിൽ ഹിസ് സോൾ വിൽ ബിക്കം ഗുഡ്. നല്ല മനുഷ്യനാകാനുള്ള ഒരു ചെറിയ പ്രചോദനമെങ്കിലും അതിൽ നിന്നുണ്ടാകും. അപ്പൊ അങ്ങനെയാണ് പറയേണ്ടത്. ഇതാണ് എൻ്റെ ആറ്റിറ്റ്യൂഡ്. അപ്പൊ എനിക്ക് ഇത്തരം കാര്യങ്ങൾ പറയുന്നതൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഓരോരുത്തർ ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഇതുണ്ട്. എന്തിന്റെ പുറകിൽ ഓരോ സംഭവങ്ങളുണ്ട്. പിന്നെ ഈ വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. രണ്ടുതരവും പറയാൻ അല്ലേ. ഞാനും ചിലപ്പോ ചിലതൊക്കെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കൊന്നും കുഴപ്പമില്ല. സാർ വേറൊന്ന് ചോദിച്ചോട്ടെ, ഇത്രയും ഗാനങ്ങൾ ഇത്ര വർഷമായിട്ട് സാർ ഇൻഡസ്ട്രിയിൽ നിൽക്കുമ്പോ സാറിന് എപ്പോഴെങ്കിലും ഒക്കെ ആയിട്ട് ഇത്രയും നല്ല വർക്ക് ചെയ്തു കൊടുത്തിട്ടും വേണ്ട ഒരു പ്രതിഫലം കിട്ടിയില്ല എന്നോ, അങ്ങനെ ഒരു റെമ്യൂണറേഷനിലൊക്കെ കിട്ടാത്തതും അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? പ്രതിഫലം കിട്ടാണ്ട് ഒക്കെ ഞാൻ പലപ്പോഴും ചെയ്തിരിക്കുന്നത്, പ്രതിഫലം വാങ്ങിച്ചിട്ട് പടം വർക്കൗട്ട് ആവാണ്ട് പോകുമ്പോൾ ആ പ്രതിഫലം തിരിച്ചു അങ്ങനെ കൊടുത്തിട്ടുണ്ട് പലപ്പോഴും. പറയാൻ പറ്റുമോ പാട്ട് ഏതാണ്? അല്ലെ എന്റെ അടുത്ത സുഹൃത്തിന്റെ ഒരു പടമാണ്, അതുകൊണ്ട് എനിക്കത് പറയാൻ പറ്റില്ല. കാരണം ഞാൻ വാങ്ങിച്ച പേയ്മെന്റ്, ചെലവാക്കിയ പൈസ എനിക്ക് കൊടുക്കാൻ പറ്റില്ല. ഞാൻ ചെയ്ത പേയ്മെന്റ്, ഞാൻ എന്റേതായിട്ടുള്ള എനിക്കൊരു റെമ്യൂണറേഷൻ ഉണ്ട്, അത് അണ പായ് കുത്തിട്ടിട്ടുള്ള ഒരു എമൗണ്ട്, സ്വീകരിച്ച എമൗണ്ട് അങ്ങനെ തന്നെ തിരിച്ച് അതേ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. എന്റെ കുറ്റം കൊണ്ടല്ല പടം ഓടാഞ്ഞത്, പടത്തിന്റെ സബ്ജക്ട് ശരിയാവാത്തോണ്ടാണ് ഓടാത്തത്. പക്ഷെ എന്നാലും എനിക്ക് അതിന്റെ ആവശ്യമില്ല, ഞാനത് പറ്റില്ല, അങ്ങനെ കൈപ്പറ്റത്തില്ല. അത് പണ്ട് മുതലേ അങ്ങനെയാണ്. എന്നെ പണ്ടൊക്കെ എന്റെ മ്യൂസിഷ്യൻസ് വിളിക്കുക, എന്നെ ഞാൻ പ്രൊഡ്യൂസർ വന്നു, അതായത് തമിഴ്നാട്ടിലെ പ്രൊഡ്യൂസർ വന്നിട്ട് കൂപ്പിടും എല്ലാവരും കൂടും. മ്യൂസിക് ഡയറക്ടർ അല്ല, എന്നെ പ്രൊഡ്യൂസർ എന്നാ വിളിക്കുക. എന്റെ കാര്യം എന്നറിയാം, ഒരു പടം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ആ പടത്തിന് അന്ന് കാലത്തൊക്കെ ഒരു 15,000 റുപ്പീസ് ആയിരിക്കും ഒരു റീ റെക്കോർഡിങ്ങിന്റെ ബഡ്ജറ്റ്. ഞാൻ ആദ്യ കാലങ്ങളിൽ പറഞ്ഞത് 15,000 15,000 റുപ്പീസ് ചെയ്തു വന്നു കഴിഞ്ഞാൽ എനിക്കത് തൃപ്തിയാവില്ല. പ്രൊഡ്യൂസർ 15,000 പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്റെ കയ്യിൽ നിന്ന് ഒരു 5,000 റുപ്പീസ് കൊടുക്കും, എല്ലാവരും കൊടുത്ത് ചെലവാക്കി അത് ചെയ്ത് അവസാനിപ്പിക്കും. കാരണം ബേസിക്കലി ഐ വാസ് ലിവിങ് ഓൺ മൈ വയലിൻ പ്ലേയിങ്.
അതുകൊണ്ട് എന്നെ ഞാൻ ഇങ്ങനെ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാവരോടും പറയാം, നമ്മളിതൊക്കെ ചെയ്തത് കൊണ്ട് നമ്മൾ ഒരിക്കലും നശിച്ചു പോകുന്നില്ല, നമ്മളുടെ സമ്പത്തൊന്നും പോകുന്നില്ല. ഇപ്പൊ നിങ്ങൾ വന്ന് കണ്ടില്ലേ എന്നെ, നൗ യു ആർ സീയിങ് മീ. ഞാൻ അത്ര ഭയങ്കരമായിട്ട് പേയ്മെന്റ് വാങ്ങിച്ച് ഇന്നത്തെ പിള്ളേരുടെ പോലെയോ അല്ലെങ്കിൽ അന്നത്തെ തമിഴ് ഇതിൽ വായിക്കുന്ന പോലെ മലയാളത്തിലൊക്കെ പേയ്മെന്റ് വളരെ കുറവാണ്. ബട്ട് ഐ വർക്ക് ഫോർ എസ് എ വയലിനിസ്റ്റ്. എൻ്റെ ലൈഫ് മുഴുവൻ 55 കൊല്ലം ഞാൻ വയലിൻ വായിച്ചുണ്ടാക്കിയ പൈസ ഞാൻ സൂക്ഷിച്ചു വെച്ചു. ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു കറക്റ്റായിട്ട്. ഓരോ ലാൻഡ് അവിടെ ഇവിടെയൊക്കെ വാങ്ങിച്ച് പല വർഷങ്ങളായിട്ട് 55 കൊല്ലം കൊണ്ട് ഞാൻ വാങ്ങിച്ചു. ഇവിടെ ഞാൻ ഈ വീട് ഇവിടെ വെച്ചത് ഇന്ന് ഇവിടെ വാങ്ങിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഈ സ്ഥലം തൃശ്ശൂരിന്റെ സെൻട്രലിൽ ഒരു 11 സെന്റ്, ഹൗ ക്യാൻ ഐ ബൈ? പക്ഷെ ഞാൻ 25 കൊല്ലം മുമ്പ് ഇത് മേടിച്ചിട്ടു. അന്ന് വയലിൻ വായിച്ച് കാശുണ്ട്. ഇത് വാങ്ങിച്ചിട്ട് അങ്ങനെ ഇട്ടു. ഇവിടെ ഈ സ്ഥലമുള്ളത് തന്നെ ഞാൻ മറന്നുപോയി. എൻ്റെ ഒരു സുഹൃത്ത് വന്നിട്ട് നിനക്ക് ഇവിടെ സ്ഥലമാണെന്ന് പറഞ്ഞില്ല, ഒന്ന് പോയി കാണാം. ചാർലി എന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ ബഹ്റൈനിലാണ്. ഹീസ് വലിയ ഒരു ബിസിനസ് മാനൊക്കെയാണ്. പുള്ളി എൻ്റെ വലിയ ഒരു നന്നായിട്ട് പാട്ട് പാടും. എൻ്റെ ഒരു വലിയ ആരാധകനാണ്. ഇവിടെ വന്ന് എൻ്റെ വണ്ടി ഓടിക്കാൻ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. അങ്ങനെ വന്ന് നിന്റെ ആ സ്ഥലം, സാറിൻ്റെ ആ സ്ഥലം ഒന്ന് കാണാൻ, സ്ഥലം കണ്ടു. ഇവിടെ ഒരു വീട് വെച്ചൂടെ? അത് വീട് വയ്ക്കാൻ കാശ് വേണ്ട. അങ്ങനെ പെട്ടെന്ന് അതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. പക്ഷെ ഹീ റിമോട്ടഡ്. അതെ, പുള്ളിയുടെ ഒരു ഫ്രണ്ട് ഉണ്ട് സനോജ്. ഞാൻ സനോജിനെ കൊണ്ടുവരാം. സനോജിനെ അവൻ ആർക്കിടെക്റ്റ് ആണ്. അങ്ങനെ പുള്ളി പെട്ടെന്ന് വിളിച്ചു. പ്ലാൻ ചെയ്യുന്നു, പരിപാടികൾ ചെയ്യുന്നു. അതിന്റെ കൂട്ടത്തിൽ എന്നെ ഇതിൽ ട്രിഗർ ചെയ്ത് മറ്റൊരാളും കൂടി ഉണ്ട്. എന്റെ മരുമകളുടെ ആങ്ങള ചെക്കൻ ഡിയോൾ എന്ന് പറഞ്ഞിട്ട്, അവനിവിടെ ഇതേപോലത്തെ ബിൽഡിങ്ങും കാര്യങ്ങളും, അവൻ ഇങ്ങനത്തെ ബിസിനസ് ഒക്കെ ഉള്ള പറഞ്ഞു, അങ്കിൾ ഇവിടെ ഒരു ബിൽഡിങ് എങ്ങനെയും വെക്ക്. അപ്പൊ അവൻ പറഞ്ഞതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നൗ ഇഫ് യു ആർ കീപ്പിംഗ് ഒരുപാട് നൂലാമാലകളുണ്ട്, ആവശ്യമില്ലാത്ത നിയമ തടസ്സങ്ങള്, ഒറിജിനൽ അല്ല, ആവശ്യമില്ലാത്ത നിയമ തടസ്സങ്ങൾ. അത് അങ്കിളിന് ഇപ്പൊ വിചാരിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇവിടെ കേരളത്തില് നിർവ്വാ. അതേപോലെ തന്നെ കേട്ടോ, എനിക്ക് എല്ലാ സപ്പോർട്ടും തന്നു ഗവൺമെന്റ് അധികാരികൾ എല്ലാവരും. ഞാൻ റിക്വസ്റ്റ് ചെയ്തു, ഞാൻ ഇങ്ങനെ വെക്കുന്നുണ്ട്, നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ തിരിച്ചു ചെന്നൈയിൽ പോകും, ഞാൻ ഇവിടെ വേണമെങ്കിൽ എനിക്ക് അങ്ങനെ തമാശക്ക് പറഞ്ഞു എല്ലാവരും സപ്പോർട്ട് ചെയ്തു. ഇങ്ങനെ വീട് വയ്ക്കാൻ പറ്റി എന്നുള്ളതാണ്. ആ വീടാണ് വന്ന് കണ്ടത്, വരുമ്പോ കണ്ടത്. അതെ അതെ. അപ്പൊ അങ്ങനെയൊക്കെ നമ്മള് അപ്പൊ ഇത് ഞാൻ പറയില്ലേ, ഞാനിപ്പോ അന്ന് കുറച്ച് പടങ്ങൾക്ക് എന്റെ കയ്യിൽ നിന്ന് പൈസ എടുത്തു കൊടുത്തു, അല്ലെങ്കിൽ ചില പടങ്ങൾ മോശമാകുമ്പോ അതിന്റെ പൈസ ഞാൻ തിരിച്ചു കൊടുത്തു. അതുകൊണ്ട് എനിക്കൊരു ചുക്കും ഉണ്ടായിട്ടില്ല. അതുപോലെ കുറച്ച് ആൾക്കാർ എനിക്ക് പൈസ തരാനുണ്ട്, കുറെ പേര് പൈസ തരാനുണ്ട്. അവരത് തരാത്തതിന്റെ പേരിൽ ഞാനൊന്നും സംഭവിക്കില്ല. എനിക്ക് അവർക്ക് എന്താ ആയിക്കോട്ടെ, അവര് നന്നാവട്ടെ. എനിക്ക് ഒരുപാട് പൈസ ഒരുപാട് പേര് കിട്ടാനുണ്ട്. അതൊന്നും ഐ ഡോണ്ട് ഹാവ് എനി കംപ്ലൈന്റ്. അവർക്ക് ദൈവം അവർക്ക് ആ പൈസ തരാനായിട്ട് അവർക്ക് സൗകര്യം ഉണ്ടാക്കി കൊടുത്ത് അവർ തരും. ഇത് ഇന്ന് പൈസ എന്ന് പറഞ്ഞാൽ ഇന്ന് വന്നില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് നഷ്ടമല്ല, നാളെ അത് 10 ഇരട്ടിയായിട്ട് നമ്മുടെ കയ്യിൽ വരും. ഞാനിന്ന് ഇങ്ങനെ ഇപ്പൊ ഇവിടെ ഒരു വീട് വെച്ച് താമസിക്കുക, സൗകര്യമായിട്ട് എല്ലാ വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് ഒരു ചെറിയ ബിൽഡിങ്ങും പണിതിട്ടുണ്ട്. ചെലവിനുള്ള കാശ് അതിന്റെ വാടക വരും. സോ ഐ എം സോ ഹാപ്പി. നമ്മള് അങ്ങനെ പോകുന്നു. സാർ വേറൊന്ന് ചോദിച്ചോട്ടെ, സാർ ഇത്രയും നല്ല ഗാനങ്ങൾ, സാറിനെ പോലത്തെ നമ്മുടെ എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സും എത്രയോ നല്ല ഗാനങ്ങൾ ഉണ്ടാക്കി തോന്നി. ഇന്നിപ്പം എന്റെ അടുത്ത് ചോദിച്ചാൽ എനിക്ക് ഒബ്വിയസ്ലി അന്നത്തെ ഗാനങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ആരുടെ അടുത്ത് ചോദിച്ചാലും, ഇന്നത്തെ ഗായകരുടെ അടുത്ത് ചോദിച്ചാലും പാടാൻ പറഞ്ഞാൽ അവർ പാടുന്നത് ഈ 80s-ലെയും 90s-ലെയും എല്ലാവരുടെയും ഫേവറേറ്റ് സോങ് ഇന്നും അതാണ്. എന്നാൽ ഇന്നും മലയാള സിനിമകൾ ഒരുപാട് ഇറങ്ങുന്നുണ്ട്, എല്ലാ സിനിമയിലും പാട്ടുകളും ഉണ്ട്. ഇന്നത്തെ സിനിമകളിലെ പാട്ടുകൾക്കൊന്നും അന്നത്തെ പോലെ ലൈഫ് നിൽക്കുന്നില്ല. മാത്രമല്ല ഇന്നത്തെ സിനിമയിലെ മൊത്തം ഒരു റാപ്പ് കൾച്ചർ വല്ലാണ്ട് ഇപ്പൊ നമ്മുടെ മലയാള സിനിമയില് അത് ഏത് മൂഡിലുള്ള സിനിമയായാൽ പോലും അതിനകത്തൊക്കെ ഒരു റാപ്പ് കൾച്ചർ വല്ലാണ്ട് കയറി ഇങ്ങനെ അങ്ങ് മെയ്യുന്ന പോലെ. സാറിന് അതൊക്കെ കാണുമ്പോ ഒരു വിഷമം തോന്നാറുണ്ടോ? സാർ അതിനെ എങ്ങനെയാ കാണുന്നത്? അതിന്റെ ഒരു ഫീൽ എങ്ങനെയാ സാർ? അതിനൊന്നും അങ്ങനെയൊന്നും കാണേണ്ട കാര്യമില്ല എന്നേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. കാരണം ഓരോരോ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് നമ്മൾ ഇത്ര മാത്രം ചിന്തിച്ചാൽ മതി. നമ്മൾ ഇവിടുന്ന് ഇവിടെ ആണെങ്കിൽ തൃശ്ശൂരാണെങ്കിൽ ഞങ്ങൾക്ക് ഭാരത് ഹോട്ടലുണ്ട്. അല്ലെങ്കിൽ അതേമാതിരി എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ഞാൻ ബ്ലെൻഡ് ചെയ്യാണ് കേട്ടോ. കുറച്ച് വളഞ്ഞ വഴിയാണ്, എന്നാലും ഐ വിൽ ടെൽ ദാറ്റ്. അപ്പം പെട്ടെന്ന് മനസ്സിലാവും. ഞാനിവിടെ എനിക്കിഷ്ടപ്പെട്ട ഏതെങ്കിലും ഹോട്ടലുകൾ, ഇവിടെ ഇഷ്ടംപോലെ വെജിറ്റേറിയൻ ഹോട്ടലുകളുണ്ട്, അവിടെ പോയിട്ട്
നല്ല ഭക്ഷണം കഴിക്കുന്നു, ഡെയിലി മാറി മാറി ഓരോ ഹോട്ടലുകളിൽ പോയിട്ട് കഴിക്കുന്നു, അല്ലെങ്കിൽ വീട്ടിൽ നല്ല ഭക്ഷണം കഞ്ഞിയും ചമ്മന്തിയും ഇതൊക്കെ വെച്ച് കഴിക്കുന്നു. ഞാൻ ആദ്യമായിട്ട് ഒരു 12 കൊല്ലം മുമ്പ് അമേരിക്കയിൽ പോയി. എൻ്റെ വൈഫ് കൂടി ഉണ്ട്, അവളോട് ചോദിച്ചറിയാം. ഉണക്ക ബ്രെഡും പച്ചലയും പച്ചക്കറിയും ഒരു നീട്ടത്തിലുള്ള വാഴപ്പഴം മാത്രം കഴിച്ചു ഒരാഴ്ച. ഇത് ഞങ്ങളുടെ യാത്ര, ഞങ്ങൾ ചേരേണ്ട സ്ഥലത്ത്. കാരണം അവിടുത്തെ ഭക്ഷണമൊക്കെ കാണുമ്പോൾ നമുക്ക് ഡൈജസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ അവിടെയുള്ള ഒരു പിള്ളേരൊക്കെ അത് സുന്ദരമായിട്ട് അടിച്ച് വിടുന്നു, പുതിയ ചെറുപ്പക്കാര്. എനിക്കിപ്പോ എൻ്റെ വൈഫിനും പറ്റിയില്ല. ദാറ്റ് ഈസ് മൈ പ്രോബ്ലം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് പെട്ടെന്ന് കിട്ടിക്കാണില്ല. അപ്പോ ഇത് ഓരോ സാഹചര്യങ്ങളാണ്, ഓരോ സ്ഥലങ്ങളാണ്. സ്ഥലങ്ങളിൽ വരുമ്പോൾ അതിന്റെ വ്യത്യാസം. ഇന്നത്തെ പഴയ പടങ്ങൾ, പഴയ സബ്ജക്റ്റ്, അതിന്റെ സാഹചര്യങ്ങൾ വേറെ, ഇന്നത്തെ പടങ്ങൾ വേറെ, ഇതിന്റെ ഉദ്ദേശങ്ങൾ വേറെ. ഒരു ആകാശത്തിലെ രാപ്പാടി പോലെ ഉണ്ടാക്കുന്നതിന് ഇലുമിനാറ്റി എന്നുള്ള പാട്ടുണ്ടാക്കുന്നതിന്റെ എഫക്റ്റ് വേറെയാണ്, അതിന്റെ പർപ്പസ് വേറെയാണ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റുമോ ഈ ഇലുമിനാറ്റി പോലെ ആകാശത്തിന്റെ ഫീൽ ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ബോത്ത് ആർ ടോട്ടലി ഡിഫറെന്റ്. അപ്പൊ ഇന്നത്തെ പാട്ടുകൾ, പക്ഷെ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള തലയിലെഴുത്തുകളുണ്ട്. ഈ പഴയ പാട്ടുകൾ എത്ര വർഷം പോയാലും മനുഷ്യന്റെ വികാരങ്ങളും ഇത് ഉള്ളിടത്തോളം കാലം, ഇനി ഇതും കൂടി പോകുന്ന ഒരു കാലം വരും, അപ്പൊ അത് പോവും. പക്ഷെ ഇത് ഉള്ളിടത്തോളം കാലം നമ്മൾ അച്ഛനെയും അമ്മേനെയും അപ്പൻ അമ്മ അച്ഛൻ അമ്മ വാപ്പ എന്നൊക്കെ വിളിക്കുന്നില്ലേ, ആ കൾച്ചർ ഉള്ളിടത്തോളം കാലം ഇത് നമ്മുടെ കൂടെ ഉണ്ടാവും. ഇത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതും പോവാ വഴിക്ക്.